അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 17 ബുധനാഴ്ച. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ ജമ്മു മേഖലയിലേക്ക് ഭീകരർ കടന്നെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഹിരാനഗർ മേഖലകളിലൂടെയാണ് 50-ലധികം ഭീകരർ പാക് സൈന്യത്തിന്റെ സഹായത്തോടെ കടന്നതെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ നിരീക്ഷണത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണോ ഈ ശ്രമമെന്നും ഇന്ത്യൻ സൈന്യം സംശയിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ ഇന്ന് 2 ഇടങ്ങളിൽ കൂടെ ഏറ്റുമുട്ടലുണ്ടായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. വയനാട് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളി മുക്കമ്പുഴയിലാണ് മരം റോഡിലേക്ക് വീണത്. വൈദ്യുതി ലൈനുകളും പൊട്ടിവീണു. മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലൂടെ വരികയായിരുന്ന കണ്ടെയ്നറിന് മുകളിലേക്കാണ് മരം വീണത്. വാഹനം ഭാഗികമായി തകരുകയായിരുന്നു. 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം എടുത്തുമാറ്റിയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വയനാട് മുൻ VC MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. സമയബന്ധിതമായി നടപടി എടുത്തില്ലെന്നാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ശശീന്ദ്രനാഥിനെ ഗവർണർ നേരത്തെ പുറത്താക്കിയിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർ, അസിസ്റ്റന്റ് വാർഡൻ, ഡീൻ, ആംബുലൻസ് ഡ്രൈവർ മുതൽ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ, അധ്യാപകർ, സുഹൃത്തുക്കളും ഉൾപ്പെടെ 28 പേരിൽ നിന്ന് മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പറഞ്ഞു. 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നഗരസഭയുടെ പിന്നിലെ ഗേറ്റ് വഴി അകത്ത് കയറാൻ ശ്രമം നടത്തിയതോടെ ഇതും പോലീസ് തടഞ്ഞു. പുൽപ്പള്ളി ചീയമ്പത്ത് വൈദ്യുതാഘാതമേറ്റ് ആദിവാസി യുവാവ് സുധൻ മരിച്ച സംഭവത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. 16 ലക്ഷം രൂപ സഹായധനവും ആശ്രിതർക്ക് ജോലിയും നൽകാമെന്ന ഉറപ്പ് അധികൃതർ എഴുതി നൽകിയതോടെയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അർഹമായ സഹായധനവും ആശ്രിതർക്ക് ജോലിയും പ്രഖ്യാപിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും. ആലപ്പുഴയിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ നേരിട്ട് BJPക്കായി പ്രചരണം നടത്തിയെന്ന് MV ഗോവിന്ദൻ. SNDPയുടെ വർഗീയ നിലപാടിനെ ചെറുത്തുതോൽപ്പിക്കണമെന്നും വർണ്ണമില്ലാത്ത SNDP പ്രസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റെല്ലാം തിരുത്തി മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനം തന്നെയാണ് CPM എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തിൽ സംഗീതജ്ഞൻ രമേശ് നാരായണനോട് ഫെഫ്ക മ്യൂസിക് യൂണിയൻ വിശദീകരണം തേടി. ആസിഫ് അലിയെ കരുതിക്കുട്ടി അപമാനിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് രമേശ് നാരായണൻ പറഞ്ഞത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരണക്കുറിപ്പിൽ രമേശ് അറിയിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫിനെ വിളിച്ച് സംസാരിക്കുമെന്നും താൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഹൈറിച്ച് കമ്പനി ഡയറക്ടർ KD പ്രതാപനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ ഇന്നും നാളെയും കസ്റ്റഡിയിൽ വേണമെന്ന EDയുടെ ആവശ്യത്തെ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് KD പ്രതാപനെ 1 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടത്. നിലവിൽ എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് പ്രതാപൻ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തിറങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഇനി ഒരു അറിയിപ്പും ഉണ്ടാകും വരെ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. അതേസമയം പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ കോഴി താറാവ് വിപണനത്തിന് 8 മാസത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അറിയിച്ച് കോഴി താറാവ് കർഷകർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കള്ളിംഗ് നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കടക്കണിയിലാണെന്നും മന്ത്രി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ലേബർ കമ്മീഷണർ ആയിരുന്ന അർജുൻ പാണ്ഡ്യനെ തൃശൂർ കളക്ടറായി നിയമിച്ചു. ലേബർ കമ്മീഷണറുടെ അധിക ചുമതല വീണ മാധവന് നൽകി. തൃശൂർ കളക്ടറായിരുന്ന BR കൃഷ്ണതേജ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറിയതോടെയാണ് പുതിയ കളക്ടറായി അർജുൻ പാണ്ഡ്യന്റെ നിയമനം. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് ജില്ലയിലെ കല്ലൂരിൽ നടന്ന സമരം അവസാനിപ്പിച്ചു. സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സമരം അവസാനിപ്പിച്ചത്. രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും 1 ലക്ഷം രൂപ ഇതിനു പുറമെ ഇൻഷുറൻസായും നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിനെല്ലാം പുറമെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും തീരുമാനമായി. 2026 മുതൽ CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ 2 തവണ നടത്തുമെന്ന് സൂചന. പരീക്ഷകൾ വിദ്യാർത്ഥികളിലുണ്ടാക്കുന്ന സമ്മർദ്ദം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മാർച്ചിന് പുറമെ ജൂണിലും പരീക്ഷ നടത്താനാണ് ആലോചന. ഇതോടെ മികച്ച മാർക്ക് ഏതാണോ അത് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാൻ കഴിയും. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷനാണ് ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ 1200 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 3 സ്ത്രീകൾക്കാണ് ഇവിടെ രോഗം ബാധിച്ചത്. നിലമ്പൂരിൽ അതിഥി തൊഴിലാളിക്കാണ് രോഗബാധ. ഒഡീഷ സ്വദേശിയാണ് ചികിത്സയിലുള്ളത്. വ്യാജരേഖയുണ്ടാക്കി ഭർത്താവിന്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്തെന്ന പരാതിയുമായി ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മ. ഇതേ തുടർന്ന് കയ്യേറ്റ ഭൂമിയിൽ കൃഷിയിറക്കൽ സമരം നടത്തുകയാണ് നഞ്ചിയമ്മ. തർക്കഭൂമിയിൽ കൃഷിയിറക്കാനെത്തിയ നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും ഇന്നലെ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് തടഞ്ഞിരുന്നു. അഗളിയിലെ സ്വകാര്യ വ്യക്തിയാണ് വ്യാജ നികുതി രസീത് സംഘടിപ്പിച്ച് ഭൂമി സ്വന്തം പേരിലാക്കിയതെന്നാണ് നഞ്ചിയമ്മ ആരോപിക്കുന്നത്. അതേസമയം സ്വകാര്യ വ്യക്തി ഭൂമി കൈമാറ്റത്തിന് ഉപയോഗിച്ചത് വ്യാജരേഖയെന്ന് വില്ലേജ് ഓഫീസറും സ്ഥിരീകരിച്ചു. മഴയിൽ സ്കൂട്ടറിൽ നിന്നിറങ്ങി വഴിയോരത്ത് നിൽക്കവെ കൂറ്റം മരം വീണ് പരിക്കേറ്റ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. ആലപ്പുഴ പവർ ഹൗസ് വാർഡ് സിയ മൻസിലിൽ ഉനൈസാണ് മരിച്ചത്. ഈ ആഴ്ച വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ശരിയാക്കാൻ അക്ഷയ കേന്ദ്രത്തിലേക്ക് ഭാര്യ അലീഷയുമായി സ്കൂട്ടറിൽ പോയതിന് പിന്നാലെയായിരുന്നു അപകടം. സിനിമാ ചിത്രീകരണത്തിനിടെ സ്റ്റണ്ട്മാന് ദാരുണാന്ത്യം. മിസ് മിത്രൻ സംവിധാനം ചെയ്ത് കാർത്തി നായകനാകുന്ന സിനിമയിലെ സ്റ്റണ്ട്മാൻ ഏഴുമലയാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. നിർണായകമായ ഒരു സംഘട്ടന രംഗം ചിത്രീകരിക്കുന്നതിനിടെ 20 അടി ഉയരത്തിൽ നിന്ന് ഏഴുമല വീഴുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മുംബൈ വിമാനത്താവളത്തിൽ 2216 ഒഴിവുകളിലേക്ക് ഇന്നലെ നടന്ന എയർ ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റിന് എത്തിയത് 25,000-ലധികം പേർ. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാനാവുന്നതിലപ്പുറമായിരുന്നു ജനത്തിരക്ക്. ഗ്രൗണ്ട് സ്റ്റാഫ് വിഭാഗത്തിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടന്നത്. അപേക്ഷാ കൗണ്ടറിനരികിലെത്താൻ വേണ്ടി യുവാക്കൾ തിക്കിത്തിരക്കുന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ ജോലിക്ക് അപേക്ഷിക്കാനെത്തിയതുമൂലം പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 228 കിലോഗ്രാം സ്വർണം മോഷണം പോയെന്ന ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ ആരോപണത്തിന് മറുപടിയുമായി ബദരിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ അജേന്ദ്ര അജയ്. സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ പ്രസ്താവനകൾ ദൗർഭാഗ്യകരമാണെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തെളിവ് കാണിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയതെങ്കിൽ അത് ദൗർഭാഗ്യകരമാണെന്നും അജേന്ദ്ര അജയ് കൂട്ടിച്ചേർത്തു. കർണാടകയിൽ സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡ സംവരണം വന്നേക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. കർണാടകയിലെ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമായാണ് സംവരണ ചട്ടം ബാധകമാക്കുക.
50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. അജിത് പവാറിന്റെ NCPയിൽ നിന്ന് 4 മുതിർന്ന നേതാക്കൾ രാജിവെച്ചു. ഇവർ ശരത് പവാറിന്റെ NCPയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ 4 നേതാക്കളുടെ രാജി അജിത് പവാറിന് വലിയ തലവേദന സൃഷ്ടിച്ചേക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നുവെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്ന വിമർശനം നേരത്തെ നേതാക്കൾ ഉയർത്തിയിരുന്നു. കേന്ദ്ര നേതൃത്വം UPയിൽ കാര്യമായി ഇടപെടണമെന്ന് BJP MLA-മാരടക്കം ആവശ്യപ്പെടുന്നതായാണ് സൂചന. അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. എന്നാൽ സർക്കാരിനേക്കാൾ വലുത് സംഘടനയെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ പ്രതികരണം. ഉത്തർപ്രദേശ് BJPയിലെ തർക്കത്തെ പരിഹസിച്ച് SP അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് കസാരയ്ക്ക് വേണ്ടിയുള്ള നേതാക്കൾ തമ്മിലുള്ള തർക്കം സംസ്ഥാനത്തിന്റെ ഭരണത്തെ ബാധിക്കുന്നുവെന്ന് അഖിലേഷ് ആരോപിച്ചു. BJP ആഭ്യന്തര കലാപത്തിന്റെ ചെളിക്കുണ്ടിൽ മുങ്ങിയിരിക്കുകയാണെന്നും മറ്റു പാർട്ടികളെ അട്ടിമറിച്ച BJPക്കാർ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അതിനെ ശ്രമിക്കുകയാണെന്നും അഖിലേഷ് പരിഹസിച്ചു. പ്രൊബേഷണറി IAS ഉദ്യോഗസ്ഥയായ പൂജ ഖേത്കർ സമർപ്പിച്ച റേഷൻ കാർഡ് ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ആരോപണം. ഭിന്നശേഷിക്കാരിയെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി വ്യാജവിലാസമാണ് ഇവർ സമർപ്പിച്ചതെന്നും ഇതിനൊപ്പം നൽകിയ റേഷൻ കാർഡും വ്യാജമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാനിലെ അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ തെരച്ചിലിനായി നാവികസേനയെയും വ്യോമസേനയെയും നിയോഗിച്ചു. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരുമടക്കം 16 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ശ്രീലങ്കൻ മുൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദമ്മിക നിരോഷണ വെടിയേറ്റ് മരിച്ചു. അമ്പലങ്കോടയിലെ കണ്ട മാവതയിലെ വസതിയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടക്കുമ്പോൾ നിരോഷണ ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമൊപ്പം വീട്ടിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ബൈജൂസിനെ പാപ്പർ കമ്പനിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി റിപ്പോർട്ട്. BCCI നൽകിയ ഹർജിയിൽ ബാംഗ്ലൂരുവിലെ ദേശീയ കമ്പനി കാര്യ ട്രൈബ്യൂണലാണ് ബൈജൂസ് കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കാൻ ഉത്തരവിട്ടത്. ദേശീയ ടീമിന്റെ സ്പോൺസർഷിപ്പ് വകയിൽ 158 കോടി രൂപ ബൈജൂസ് തരാനുണ്ടെന്ന് കാണിച്ചാണ് BCCI ഹർജി നൽകിയത്. ബൈജൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾക്കും കോടതി പ്രതിനിധിയെ നിയമിച്ചു. ബൈജൂസിലെ നിക്ഷേപകരോടും ജീവനക്കാരോടും കിട്ടാനുള്ള പണത്തിന്റെ ക്ലെയിമുകൾ സമർപ്പിക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.